നമസ്കാരം. കൊച്ചുകുട്ടികളടക്കം പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. ഓരോ ദിവസത്തെ വാർത്തയും നമ്മൾ വളരെ വേദനയോടുകൂടി തന്നെയാണ് ഈ വാർത്തകളൊക്കെ വായിക്കുന്നത്. കൊച്ചുകുട്ടികൾ കളിക്കാൻ പോകുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും ഒക്കെ തന്നെ ധാരാളമായി പാമ്പുകൾ കടന്നു വരുന്നു, വിഷപ്പാമ്പുകൾ കടന്നു വരുന്നു. ചൂടുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. ശാസ്ത്രീയമായ ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇന്നത്തെ പത്രങ്ങളിലും ഇന്നലത്തെയുമൊക്കെ പത്രങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്, പാമ്പിനെ മാറ്റി നിർത്തുന്നതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ പാമ്പ് കടി ഏൽക്കുകയാണെങ്കിൽ എങ്ങനെ ശാസ്ത്രീയമായി ചികിത്സ തേടാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും അക്കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും വിശദീകരണക്കുറിപ്പുകളും ഒക്കെ കണ്ടു. തീർച്ചയായിട്ടും എല്ലാവരും കരുതിയിരിക്കുക. വാതിലുകളും ജനലുകളും ഒക്കെ കൃത്യമായി അടയ്ക്കുക. അതുപോലെ തന്നെ പാമ്പുകളുടെ ഒരു സ്വൈരവിഹാരം നടക്കുന്ന രാത്രിയിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം പോവുക എന്ന് ആദ്യമേ പറയുന്നു. ഇതിനകത്തെ ഒരു ഫോട്ടോ പത്രത്തിൽ വന്നൊരു ഫോട്ടോയാണ്, മലയാള മനോരമയിൽ വന്ന ഫോട്ടോയാണ്, അരവിന്ദെടുത്ത ഫോട്ടോയാണ്. ചിറയൻകീഴ് അടൂരിൽ, ഇത് ആ ഫോട്ടോയുടെ ടൈറ്റിലാണ്. അടൂരിൽ ബോർഡ് കൊണ്ട് നിർമ്മിച്ച ചുവരുള്ള വീട്ടിലെ ഈ മുറിയിൽ അമ്മു ലീലയ്ക്കൊപ്പം കിടന്നുറങ്ങുമ്പോഴാണ് ഇന്നലെ പുലർച്ചെ ദീക്ഷലിന് പാമ്പ് കടിയേറ്റത്. അമ്മുമ്മയും ചിത്രത്തിൽ കാണാം. ദീക്ഷൽ എന്ന കൊച്ചു പയ്യനാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ആ വീട് പ്രേക്ഷകർ കണ്ടു കാണും, പത്രത്തിൽ കണ്ടു കാണും. എത്ര തറ പോലുമില്ല, ഇവിടെ അതിദരിദ്രരില്ല എന്ന് പറഞ്ഞ് കൺവെൻഷനും പ്രഖ്യാപനവും നടത്തിയ സർക്കാർ ഭരിച്ച നാടാണ്, അല്ലെങ്കിൽ ഭരിക്കുന്ന നാടാണ്. പാവപ്പെട്ടവനില്ല, അതിദരിദ്രരില്ല, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ജോലി, എല്ലാവർക്കും ചികിത്സ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് 227 കോടി രൂപയുടെ PR വർക്ക് ജനങ്ങളുടെ പൈസയ്ക്ക് നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഇപ്പോഴും അവിടെയുണ്ട്. പിണറായി വിജയൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത്, ജനങ്ങളെ ഇങ്ങനെ അപഹസിക്കുന്നത് എന്തിനാണ്? ഈ വീട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞ് തറ പോലുമില്ല, അങ്ങോട്ട് പാമ്പ് വരാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വീടും സൗകര്യങ്ങളും ഉള്ള വീട്ടിൽ പാമ്പ് കയറി വരുന്നു. അപ്പോൾ ഈ പാവപ്പെട്ട ഈ കുഞ്ഞിൻ്റെ ഈ വീടിൻ്റെ അകമാണ് പ്രധാനപ്പെട്ട മുറിയാണെന്നാണ് പറയുന്നത്. മുറിയെന്ന് പറയാനൊന്നുമില്ല. ആ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു ആ കുഞ്ഞ് അമ്മൂമ്മയ്ക്കൊപ്പം. അതിനെയാണ് പാമ്പ് കടിച്ചത്. അതിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇവിടെ ആർക്കാണ് ഉത്തരവാദിത്വം? ഇതിപ്പോൾ ചിറയൻകീഴായാലും ഏത് പ്രദേശമായാലും അവിടെ ഒരു പഞ്ചായത്തുണ്ടാകുമല്ലോ, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർക്കാർ സംവിധാനം ഉണ്ടാകുമല്ലോ. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടമുണ്ടല്ലോ. ഇതൊന്നും ആരും കാണുന്നില്ല. പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായി കഴിയണം. അവന് നല്ല ഒരു വീട് ഉണ്ടാകാൻ പാടില്ല, അവൻ നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവൻ നല്ലൊരു വസ്ത്രം ധരിക്കാൻ പാടില്ല, അവന് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ പാടില്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ നന്നായി പോകും. അവൻ്റെ കാര്യം നോക്കി തൊഴിലെടുത്ത് ജീവിക്കും. പാർട്ടിയിലേക്ക് CPM വരാനും അടികൊള്ളാനും ഗുണ്ടായുസം കാണിക്കാനും ആരുമില്ലാതെ വരും. ഇതൊക്കെ തന്നെ, ഇതാണ് പാർട്ടിയുടെ ഒരു നയം തന്നെ. രക്തസാക്ഷികളെ ഉണ്ടാക്കുക, ഗുണ്ടകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇവിടെ ദരിദ്രരെയും സൃഷ്ടിച്ചെടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക, അവർക്ക് അർഹതയുള്ള ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുക, പൂഴ്ത്തിവെക്കുക, രാഷ്ട്രീയം കളിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ തന്നെ കാലങ്ങളായി ഇവിടെ നടക്കുന്നു. ആ പിഞ്ചു കുഞ്ഞിൻ്റെ വീട് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയം നടുങ്ങിപ്പോയി. നമുക്കും കുഞ്ഞുങ്ങളുണ്ട്, നമുക്കും വീടുണ്ട്, നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. പക്ഷേ എന്നും ഈ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആ കുഞ്ഞിൻ്റെ ആ മാനസിക ശാരീരിക അവസ്ഥ, ആ കുഞ്ഞിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എത്രമാത്രം ഭീകരമായിരിക്കും. അതിലും ദാരുണമായ സംഭവം ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ആ കൊച്ചു കുഞ്ഞിന് പാമ്പ് കടിയിൽ ഏൽക്കുന്നു, മരിക്കുന്നു. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? അതിദരിദ്രരില്ല എന്ന് പറഞ്ഞ് മമ്മൂട്ടിയും മോഹൻലാലിനെയും വിളിച്ചുകൂട്ടി കൺവെൻഷൻ നടത്തിയിട്ടോ പ്രഖ്യാപനം നടത്തിയിട്ടോ പച്ചക്കള്ളം പറഞ്ഞിട്ടോ കോടിക്കണക്കിന് രൂപ കൊടുത്ത് PR വർക്ക് നടത്തിയിട്ടോ കാര്യമില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങണം, ജനങ്ങളെ അറിയണം, ജനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, പാവപ്പെട്ടവനെ തിരിച്ചറിയണം, അവന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതൊക്കെയല്ലേ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യേണ്ടത്. PR വർക്ക് കൊണ്ട് മാത്രം എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും പിണറായി വിജയന്? ആർക്കും പറ്റില്ല. അത് പിണറായി വിജയനാണെങ്കിലും പറ്റില്ല, നരേന്ദ്രമോദി ആണെങ്കിലും പറ്റില്ല, രാഹുൽ ഗാന്ധി ആണെങ്കിലും പറ്റില്ല, VD സതീശനാണെങ്കിലും പറ്റില്ല. ഹൃദയം തകരുന്ന ആ ചിത്രം കണ്ടപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കണം എന്ന് തോന്നി, അത്രയേ ഉള്ളൂ.